ഹായ് ഫ്രണ്ട്സ്, പവിത്രം സീരിയലിൻ്റെ 34ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷീലയും സീതാമ്മയും കൂടെ പോവുകയാണ്. ആ സമയത്ത് ഗൗരിമോൾ ഉണ്ടാവില്ല. അപ്പം സീതാമ്മ ചോദിക്കും, ഗൗരിമോൾ എവിടെ പോയി? ദേ അങ്ങോട്ട് നോക്കിയേ, മോളത് ആ ടെൻറ്റിൽ കളിക്കുന്നു എന്ന് ഷീല കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഗൗരിമോൾ ആ ടെൻറ്റൊക്കെ തുറന്ന് നോക്കുന്ന സമയത്ത് വിക്രത്തിനെ അവിടെ കാണാനുണ്ടാവില്ല. അപ്പം അച്ഛമ്മ വിളിക്കുന്നുണ്ടായിരിക്കും, മോൾ എന്തിനാ അവിടെ പോയത്, ഇതാ ഇങ്ങ് വാ എന്ന് പറയുമ്പോൾ ഗൗരിമോൾ പറയും, ആ ചെമ്പുകൻ പേടിച്ചു പോയി അച്ഛമ്മേ, ഇതാ ഇവിടെ ഇല്ല. അപ്പോൾ സീതാമ്മ ഷീലയോട് ചോദിക്കും, അയാളെവിടെ പോയി? അറിയില്ല മാഡം, രാവിലെ ചായ കൊടുക്കാൻ പോയപ്പം കണ്ടില്ല, ചിലപ്പം നടക്കാൻ പോയതായിരിക്കും. ഗൂർക്കയല്ലേ? ഗൂർക്കയോ എന്ന് ചോദിക്കുമ്പോൾ പറയും, വ്യായാമത്തിന് പോയതായിരിക്കും. അപ്പോൾ ഗൗരിമോൾ പറയാണ്, എവിടേക്കും പോയതല്ല, പേടിച്ചു വിട്ടതാ. ആര്? അതൊക്കെ ഉണ്ട്. ആ സമയത്ത് വേദയുടെ കോൾ വരും. അപ്പോൾ അച്ഛമ്മ വിളിച്ചിട്ട് പറയും, ഗൗരി ഓടി വാ, അതെ അമ്മ വിളിക്കുന്നു. അങ്ങനെ ഗൗരിമോൾ ഫോൺ എടുക്കുകയാണ്. അമ്മേ ഹാപ്പി അത്തം എന്ന് പറയുമ്പോൾ വേദ ചോദിക്കുകയാണ്, അവിടെ പൂവൊക്കെ ഇട്ടോ? പിന്നെ വലിയ പൂക്കളം ഇടുക, അതേ കാണണോ? പൂക്കളം കാണിച്ചു കൊടുക്കുമ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, ആഹാ കൊള്ളാലോ, ആരാ ഇട്ടത്, മോളാണോ? ആ എന്ന് പറയുമ്പം രണ്ടുപേരും സീതാമ്മയും ഷീലയും കൂടെ നോക്കുമ്പോൾ പറയും, പൂക്കളം ഇടുന്നത് അച്ഛമ്മയും ഷീലാൻ്റിയാണ്, പക്ഷേ ഡിസൈൻ എൻ്റെതാ. വേദയ്ക്കറിയാം മോള് കളവ് പറയാണെന്ന്. എന്നിട്ട് വേദ ചോദിക്കും, ശരിക്കും സത്യം പറ എന്ന് പറയുമ്പം അത് പിന്നെ ഗൗരിമോള് വിഷയം മാറ്റുകയാണ്. എന്നിട്ട് പറയും, വട്ടത്തിലിടണം എന്ന് പറഞ്ഞത് ഞാനല്ലേ? അന്നേരം അച്ഛമ്മ മോളെ സപ്പോർട്ട് ചെയ്യാണ്. ആന്നേ എന്നും പറഞ്ഞിട്ട് എന്നിട്ട് മോള് പറയും, അമ്മേ ഇന്നൊരു സംഭവം ഉണ്ടായി. എന്താ? ചമ്പുകൻ പേടിച്ചോടി, ഞാൻ ചമ്പുകൻ്റെ ഗുഹ കാണിച്ചു തരാം. അപ്പോൾ വേദ ചോദിക്കും, ഗുഹയോ? ദേ നോക്ക് എന്ന് പറഞ്ഞിട്ട് ആ ടെൻറ്റ് കാണിച്ചു കൊടുക്കുകയാണ്. വേദ ചോദിക്കുകയാണ്, ഇതാരാ അയാൾക്ക് കൊടുത്തത്? ഗൗരിമോള്. എന്തിന് എന്ന് ചോദിക്കുമ്പം മോള് പറയും, പച്ചോന്ത് രാജനും പോക്കാച്ചി തവളയ്ക്കും പോത്തം പെരിച്ചായിക്കും ഓടിച്ചു വിടാൻ അതാ നല്ലത്. എന്നിട്ട് അവരാണോ ചമ്പുകനെ ഓടിച്ചു വിട്ടത് എന്ന് ചോദിക്കുമ്പോൾ, എന്താ സംശയം? ഞാൻ രാത്രി പീപ്പി വിളിച്ച് ഊതിയ സമയത്ത് അവർ വന്നു. എന്നിട്ട് വാളെടുത്ത് ടിഷും എന്ന് പറഞ്ഞ് ചമ്പുകനെ ഓടിച്ചു വിട്ടു. ശരി ശരി, മോൾ അച്ചമ്മയ്ക്ക് ഫോൺ കൊടുത്തേ. അങ്ങനെ മോള് നേരെ അമ്മയുടെ കയ്യിൽ ഫോൺ കൊണ്ടു കൊടുക്കും. അന്നേരം വേദ ചോദിക്കുന്നുണ്ട്, അയാളുടെ ഇഷ്ടത്തിന് പോകാനും വരാനും ആണെങ്കിൽ എന്തിനാ അമ്മേ അയാളെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്? അത് മോളെ തരുണ ഏർപ്പാടാക്കിയതല്ലേ. എനിക്കത് ആദ്യമേ ഇഷ്ടമായിട്ടില്ല. അവൾക്ക് പരിചയമില്ലാത്ത, അവളായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളെ കൂടെ നിർത്തേണ്ട ഒരു കാര്യമില്ല. ഇപ്പം തന്നെ കണ്ടില്ലേ, അയാളുടെ ഇഷ്ടത്തിന് പോകും വരികയൊക്കെ ചെയ്യുക. അയാളിപ്പോൾ തന്നെ വരുമായിരിക്കും മോളെ. വന്നാലും കൊള്ളാം, വന്നില്ലെങ്കിലും കൊള്ളാം. എന്തായാലും ഓണം കഴിഞ്ഞാൽ ഞാൻ മോളെ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ അവളുടെ സ്കൂളൊക്കെ എന്തായാലും വലിയ ക്ലാസ്സിലൊന്നും അല്ലല്ലോ, മാനേജ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അമ്മ ഗൗരിമോളുടെ കയ്യിൽ ഫോൺ കൊടുത്തേ എന്ന് പറയുമ്പോൾ അവൾ ഷീലയും കൂടെ ആ ടെൻറ്റൊക്കെ അടുക്കിപ്പെറുക്കി വെക്കുകയാണ്. ശരി, ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് വേദ പിന്നെ കോള് കട്ട് ചെയ്യും. പിന്നെ കാണിക്കുന്നത് വിക്രം തരുണിൻ്റെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആൻഡ്രൂ സാറ് വിളിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ വിക്രം ഫോൺ എടുക്കുന്ന സമയത്ത് സാറ് ചോദിക്കുന്നുണ്ട്, വിക്രം നീ ഇത് എവിടെയാ? ഞാൻ വീട്ടിലേക്ക് പോന്നു. അപ്പം ഇന്നലെ രാത്രി നീ എവിടെ പോയി? അയ്യോ, ഞാനിന്ന് പുലർച്ചെയാണ് പോകുന്നത്, അതവർ തെറ്റിദ്ധരിച്ചതാ. രാവിലെ അവർ വന്ന് നോക്കിയപ്പോൾ നിന്നെ കണ്ടില്ലെന്നാണല്ലോ പറഞ്ഞത്. അത് ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ ആ കുട്ടിക്ക് സുഖമില്ലാതായി, പെട്ടെന്ന് പോരേണ്ടി വന്നു, അതുകൊണ്ടാണ് പോകുന്നത്. അന്നേരം ആൻഡ്രൂ സാർ പറയും, എടാ നിന്നെ ആ വീട്ടിൽ നിർത്തിയിട്ടുള്ളത് എന്തിനാണെന്ന് നിനക്കറിയോ? ഒവ്വ് സർ. എടാ അവർക്ക് വേണ്ടത് ഒരു ജോലിക്കാരനല്ല, അത് വേണമെങ്കിൽ അവർക്ക് എത്രയോ ആളുകളെ കിട്ടും. എന്ത് പ്രശ്നം വന്നാലും അത് വേണ്ട രീതിയിൽ പരിഹരിക്കാൻ കെൽപ്പുള്ള ആളാണ് നീയെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ നിന്നെ ആ ജോലിക്ക് വിട്ടത്. അത് നിൻ്റെ തന്നെ ലൈഫിന് ഉപകാരമാക്കി മാറ്റിയെടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. നിൻ്റെ ഉത്തരവാദിത്വം ഇല്ലായ്മ കൊണ്ട് അത് നാളെ ഇല്ലാണ്ടാവരുത്. ഇല്ല ആൻഡ്രൂ സർ, ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞിട്ട് വിക്രം വേഗം തരുണിൻ്റെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ വിക്രം വരുന്ന സമയത്ത് തരുണ് അമ്മയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കാവും. വിക്രം അവിടുന്ന് പോയ കാര്യങ്ങളൊക്കെ തരുണ് അറിഞ്ഞിട്ടുണ്ടായിരിക്കും. മോള് വിക്രത്തിനെ കണ്ടപാടെ പറയാണ്, ദേ ചമ്പുകൻ വന്നു. അന്നേരം അമ്മ പറയും, മോനെ നീ തന്നെ നേരിട്ട് സംസാരിക്കുക. അങ്ങനെ തരുണ് നേരെ വിക്രത്തിനെ വിളിക്കുകയാണ്. എന്നിട്ട് തരുൺ ചോദിക്കും, താനിത് എവിടെയായിരുന്നു? ഒന്ന് അത്യാവശ്യമായിട്ട് വീട് വരെ പോയതായിരുന്നു സർ. ഇങ്ങനെ അത്യാവശ്യത്തിനൊക്കെ വീട് വരെ പോകേണ്ടി വന്നാൽ എനിക്ക് ഒരാളെ അവിടെ നിയമിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ സർ. അത്രയ്ക്ക് അത്യാവശ്യമായതുകൊണ്ടാണ് ഞാൻ പോയത് എന്ന് പറയുമ്പോൾ തരുൺ പറയാണ്, അത്യാവശ്യങ്ങൾ ഇനിയും വരും, അപ്പോൾ ഉത്തരവാദിത്തം ഇല്ലാതെ സ്ഥലം വിടുക എന്നാണോ അതിൻ്റെ അർത്ഥം? സർ, ആ സമയത്ത് ആരും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നേരം വെളുത്തതിന് ശേഷമാണ് ഞാൻ പോയത് എന്ന് പറയുമ്പോൾ, ഏത് സമയത്താണെങ്കിലും അത് ഞങ്ങൾ വീട്ടുകാരെ അറിയണ്ടേ? ഏതൊരു ജോലി ചെയ്യുകയാണെങ്കിലും അത് റിപ്പോർട്ട് ചെയ്തിട്ട് പോകാന്നുള്ളതല്ലേ അതിൻ്റെ മര്യാദ. എത്ര അത്യാവശ്യം ഉണ്ടെങ്കിലും എനിക്കും വൈഫിനും പെട്ടെന്ന് അത്യാവശ്യമാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ജോലി ഉപേക്ഷിച്ച് പോരാൻ പറ്റുമോ? അതിനൊക്കെ അതിൻ്റെതായ പ്രോട്ടോക്കോൾ ഇല്ലേ എന്ന് പറയുമ്പോൾ വിക്രം ചോദിക്കും, അതുപോലെ ഉള്ളൊരു ജോലിയാണോ സർ ഇത്? ആര് പറഞ്ഞു? അതിനേക്കാൾ ഉത്തരവാദിത്തമുള്ള ജോലിയാണ് ഞാൻ തന്നെ ഏൽപ്പിച്ചത്. ആൻഡ്രൂ ചേട്ടൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ മുന്നും പിന്നും നോക്കാതെ തന്നെ ഈ ജോലി ഏൽപ്പിച്ചത്. ആൻഡ്രൂ ചേട്ടനോട് പറഞ്ഞിട്ട് വേറെ ആളെ ഞാൻ നോക്കണോ എന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയും, വേണ്ട സർ, സാറും വൈഫും വരാതെ ഇനി ഞാൻ പോവില്ല.
കാരണം വിക്രത്തിന് മോളെ അത്രയ്ക്ക് ഇഷ്ടമായി. ഈ ഒരു ജോലി വിക്രം അങ്ങനെ എൻജോയ് ചെയ്ത് വരികയാണ്. അങ്ങനെ വിക്രം പിന്നെ ഫോൺ അമ്മയ്ക്ക് കൊടുക്കുന്ന സമയത്ത് അമ്മ ഫോണും കൊണ്ട് അകത്തേക്ക് പോകും. അപ്പം മോള് ചോദിക്കും, ഇയാളെ എല്ലാവരും കൂടെ ഓടിച്ചതല്ലേ? ആര്? പച്ചോന്ത് രാജനും പോത്തൻ പെരിച്ചാഴിയൊക്കെ. അവർ വരുമെന്ന് കരുതി ഞാൻ കുറേ നേരം നിന്നു, പക്ഷെ അവർ വന്നില്ല. ഞാൻ വിചാരിച്ചത് അച്ഛൻ ഇന്ന് തന്നെ നിങ്ങളെ പിരിച്ചുവിടുന്ന. അപ്പോഴേക്കും രണ്ടുപേരും കോംപ്രമൈസ് ആയില്ലേ? അതേ, ഗൗരിക്കുട്ടി അയക്കുന്ന പോത്തൻ പെരിച്ചായും പച്ചോന്ത് രാജനൊക്കെ ആയിട്ട് ഞാനങ്ങ് കോംപ്രമൈസ് ആവും. അപ്പോൾ ഗൗരിക്കുട്ടി എൻ്റെ ആരായിട്ട് വരും? അന്നേരം മോള് ദേഷ്യം പിടിച്ചിട്ട് പറയും, ഞാൻ ബിഗ് എനിമി. ആ എനിമിയൊക്കെ ഫ്രണ്ടാക്കുന്ന വിദ്യ എൻ്റെ കയ്യിലുണ്ട്, അതൊന്നും നടക്കില്ല മോനെ എന്നും പറഞ്ഞിട്ട് മോൾ അകത്തേക്ക് പോവും. വിക്രത്തിനാണെന്നുണ്ടെങ്കിലോ മോളെ കുസൃതിയൊക്കെ അങ്ങ് ഒരുപാട് ഇഷ്ടമാവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ദേവരാജൻ്റെ വീട്ടിലേക്ക് ആ ചിപ്പലിംഗം അന്ന് വേദയെ കാണാൻ വന്നിട്ടുള്ള അയാൾ നേരെ ദേവരാജനെ കാണാൻ വരികയാണ്. അന്നേരം ദേവരാജൻ ചോദിക്കുന്നുണ്ട്, എന്നാടാ ചിപ്പലിംഗം, കളക്ടറെ കണ്ടിട്ട് 2-3 ആഴ്ചയായല്ലോ, ഇപ്പോഴാണോ നീ എന്നെ കാണാൻ വരുന്നത്? അയാൾ പറയുന്നുണ്ട്, ഓരോരോ പ്രശ്നങ്ങൾ കൊണ്ട് നീണ്ടുപോയതാണ്, ഭരണമൊക്കെ മാറിയില്ലേ, ആദ്യമൊക്കെ ആണെങ്കിൽ എല്ലാം ഫോൺ വഴി നേരെയാക്കാമായിരുന്നു, ഇപ്പം അങ്ങനെയല്ലല്ലോ, ഒരുത്തനും പണം വേണ്ട, എല്ലാം നേരെയായി, 5 വർഷം കഴിഞ്ഞാൽ ഇവരെല്ലാവരും എൻ്റെ പിന്നാലെ വന്നിടും. ദേവരാജൻ ചോദിക്കുന്നുണ്ട്, വേദയെ കണ്ടിട്ട് എന്തായി? ആ ലേഡിയായിട്ട് ഇനി ഒരു കോംപ്രമൈസ് ഒരിക്കലും നടക്കൂല. അവരെവിടെയാണ് താമസിക്കുന്നതെന്ന് അറിയോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അവർ രണ്ടുപേരും ഒരുമിച്ച് അല്ല, അവർ വേറെ വേറെ ക്വാർട്ടേഴ്സിലാണ്. അങ്ങനെയാണോ? അപ്പോൾ കുഞ്ഞ് നാട്ടിലാണ്, തിരുവനന്തപുരത്ത്. അവൾ ഇവിടെയും കുഞ്ഞ് അവിടെയും അല്ലേ? ആമാ, അന്ന് ആക്സിഡൻറ്റ് കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിനെ അവർ തിരുവനന്തപുരത്തേക്ക് മാറ്റിയതാണ്. അങ്ങനെയാണോ? എങ്കിൽ കുഞ്ഞിനെ നമുക്കൊന്ന് കണ്ടു കളയാം, അവർക്ക് ഒരു സമ്മാനവും കൊടുക്കാം. അങ്ങനെ കളക്ടർ നമ്മുടെ വഴിക്ക് വരും. അങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് വിക്രം എല്ലാവർക്കും ഡ്രസ്സൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. ആ സമയത്ത് തരുണും വേദയൊക്കെ വരും എന്നറിഞ്ഞതുകൊണ്ട് തന്നെ വിക്രം പിന്നെ നേരെ വീട്ടിലേക്ക് വരികയാണ്. വിക്രം കൊണ്ടുവന്ന ഓണക്കോടി മാഷിനും അരവിന്ദേട്ടനും ആമിയുടെ ഒക്കെ കയ്യിൽ കൊടുക്കുകയാണ്. അരവിന്ദേട്ടൻ ആ ഡ്രസ്സ് കൊടുക്കുന്ന സമയത്ത് അരവിന്ദേട്ടൻ വിക്രത്തെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, അരവിന്ദേട്ടൻ ഇങ്ങനെ കരയുന്നുണ്ട്. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ പറയണം, ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് കുറേ കാലത്തിന് ശേഷം ഒരു ഓണക്കോടി കിട്ടുന്നത്. ആമിയോട് ചോദിക്കും, ഡ്രസ്സ് എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? ആമിക്കും ഡ്രസ്സ് ഒരുപാട് ഇഷ്ടമാവും. അരവിന്ദേട്ടൻ്റെ വിഷമം കാണുമ്പോൾ മാഷ് പറയുന്നുണ്ട്, എനിക്ക് എങ്ങനെയാണോ അതുപോലെയാണ് അവന് അരവിന്ദനും എന്ന് കരുതിയാൽ മതി. ആ സമയത്ത് ആമി ഇങ്ങനെ വിക്രത്തിനെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്ന സമയത്ത് വിക്രം ചോദിക്കുന്നുണ്ട്, എന്താ നോക്കുന്നത്? താങ്ക്സ് അങ്ങനെ വിക്രത്തിന് താങ്ക്സ് ഒക്കെ പറയാണ്. ആമിയുടെ മനസ്സിൽ വിക്രത്തിനോടുള്ള ഇഷ്ടം കൂടി ഇങ്ങനെ വരികയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് വേദ വീട്ടിലേക്ക് വരികയാണ്. അന്നേരം ഗൗരിമോള് ഓടി വരും വേദയുടെ അടുത്തേക്ക്. അങ്ങനെ വേദ മോളെ എടുത്തിട്ട് ചോദിക്കും, മോൾക്ക് അമ്മ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, എന്താ വരാത്തത് എന്ന് ചോദിക്കുമ്പോൾ പറയും, അമ്മ ഓഫീസിൽ നിന്ന് നേരിട്ട് വരികയല്ലേ, മോൾക്ക് അമ്മ കൊണ്ടുവന്ന സാധനങ്ങൾ എന്തൊക്കെയാന്ന് കാണണോ? ഉടുപ്പുണ്ട്, കളിപ്പാട്ടുണ്ട്, കാണണോ എന്ന് ചോദിക്കുമ്പോൾ വാളുണ്ടോ? വാളോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അയാൾ എന്തിനാ അമ്മ എപ്പോഴും ഇങ്ങനെ വാളൊക്കെ കൊണ്ട് നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട്, നിനക്ക് വട്ടുണ്ടോ വേദേ? മോളെ ഇങ്ങനെ ഓരോന്ന് സങ്കല്പിച്ച് പറയാണ്. അയാൾ ഒരു പാവമൊന്നല്ല, അയാൾ ശരിക്കും ചമ്പുകനാ. പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ട് വരുന്നതുകൊണ്ടാണ് അച്ചമ്മയ്ക്ക് അത് മനസ്സിലാവാത്തത്. ആണോ എന്ന് വേദ ചോദിക്കുമ്പോൾ പറയും, അതേന്നേ, ഈ രീതിയിലുള്ളൊരു വാളുണ്ട്, അത് കടുങ്ങോണിയാക്കി പാൻറ്റിൻ്റെ പോക്കറ്റിലിട്ട് നടക്കുകയാണ്. ആവശ്യം വരുമ്പം ആ മന്ത്രം ചൊല്ലുന്ന സമയത്ത് വാള് കടുകുമണി ഇങ്ങനെ വലുതായി അതിങ്ങനെ പറന്ന് എന്നിട്ട് 4 ഭാഗത്ത് ഒറ്റ ചുറ്റാ. അപ്പം മോൾക്ക് പേടിയാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയും, ചോട്ടാക്കടകൻ ചൊല്ലുന്ന ഒരു മന്ത്രമുണ്ട്, അതെന്ത് മന്ത്രം? അങ്ങനെ മോൾ ആ മന്ത്രമൊക്കെ ചൊല്ലി കൊടുക്കുകയാണ്. ശക്തിയാണ് ആ മന്ത്രത്തിന്. ഒരു ദിവസം ഞാൻ ചമ്പുകനെ ആ മന്ത്രം ചൊല്ലിയിട്ട് പോക്കാച്ചി തവളയാക്കി ഇതേ മരപ്പത്തിലാക്കി. അന്നേരം അച്ചമ്മ പറയും, വായെടുത്താൽ ഈ കുട്ടി ഇപ്പം നുണയെ പറയുള്ളൂ. നുണ പറയുന്നത് അച്ചമ്മ, അല്ലാതെ ഞാൻ വാണിമുത്തി എന്ന് പറയുമ്പോൾ വേദ പറയും, അങ്ങനെയൊന്നും പറയരുത് കേട്ടോ, ചോട്ടാക്കടകൻ സീരിയലിലെ മുത്തശ്ശിയാണ് അത് പറയുന്നതൊന്നും നുണയല്ല അമ്മേ, ഭാവനയാ, ബുദ്ധി വികസിക്കുന്നതിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞ് വേദ ചിരിച്ചുകൊണ്ട് സാധനങ്ങളൊക്കെ വണ്ടിയിൽ നിന്ന് എടുക്കാൻ നിൽക്കുന്ന സമയത്തായിരിക്കും തരുണ് വന്നിറങ്ങുന്നത്. അന്നേരം അച്ഛാന്ന് വിളിച്ചിട്ട് ഗൗരിമോള് ഓടി ചെല്ലാണ് തരുണിൻ്റെ അടുത്ത്. എന്നിട്ട് മോള് ചോദിക്കും, അല്ല അച്ഛാ, ഗൗരിക്കുട്ടി ഒരു ചോദ്യം ചോദിക്കട്ടെ, അച്ഛൻ്റെ ജോലി തമിഴ്നാട്ടിലല്ലേ, അമ്മയ്ക്കും ജോലി അവിടെ തന്നെ അല്ലേ, പിന്നെ എന്തിനാ രണ്ടാളും 2 കാറിൽ വരുന്നത്, ഒരുമിച്ച് വന്നാൽ പോരെയും? വേദ പെട്ടെന്ന് വിഷയം മാറ്റിയിട്ട് പറയും, മോൾക്ക് അമ്മ കുറേ
കളിപ്പാട്ടങ്ങൾ വാങ്ങിയെന്ന് പറഞ്ഞില്ലേ, അതൊക്കെ കാണണ്ടേ. എന്നിട്ട് അകത്തേക്ക് കൊണ്ടുപോയിട്ട് വേദ ഇങ്ങനെ ഓണക്കോടിയൊക്കെ കൊടുക്കുകയാണ്. ആദ്യം സീതാമ്മയ്ക്ക് കൊടുക്കും, ഇത് അമ്മയ്ക്ക്, ഇത് ഗൗരിമോൾക്ക്, പിന്നെ റാമിനും ഷീലയ്ക്കും ഞാൻ വാങ്ങിയിട്ടില്ല, അവർക്ക് ക്യാഷ് കൊടുക്കാം, അവർക്ക് ഇഷ്ടമുള്ളത് അവർ തന്നെ വാങ്ങിക്കോട്ടെ. അങ്ങനെ വേദ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ തരുൺ പറയും വേദ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് തരുണ് ഓണക്കോടി എല്ലാവർക്കും വാങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ വേദയ്ക്കും കൊടുക്കും, എല്ലാവർക്കും കൊടുക്കും. തരുണിന് മാത്രം ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ അമ്മ ചോദിക്കും മോനെ നിനക്കൊന്നും വാങ്ങിയില്ലേ, ആരെങ്കിലുമൊക്കെ വാങ്ങി തരുമ്പോഴല്ലേ അമ്മ അത് ഓണക്കോടി ആവുള്ളൂ, അല്ലെങ്കിൽ അത് വെറും ഡ്രസ്സ് മാത്രമല്ലേ. തരുൺ ഉദ്ദേശിച്ചത് വേദ എല്ലാവർക്കും ഡ്രസ്സ് വാങ്ങി, പക്ഷേ തരുണിന് മാത്രം വാങ്ങാത്തത് കൊണ്ടാണ് തരുൺ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ തരുണ് അകത്തേക്ക് പോയ സമയത്ത് അമ്മ ചോദിക്കുന്നുണ്ട് 5 വർഷമായില്ലേ മോളെ, ഇനിയെങ്കിലും മോൾക്ക് ഇതൊക്കെ ഒന്ന് തിരുത്തിക്കൂടെ, ഇതുവരെ ഇല്ലാത്ത പഴക്കം ഞാനായിട്ട് തുടങ്ങി വെക്കുന്നത് എന്തിനാ എന്ന് ചോദിക്കുമ്പോൾ മോള് പറയുന്നുണ്ട് അമ്മ ചെയ്തത് അൺഫെയർ ആണ് കേട്ടോ, എന്ത് അച്ഛന് മാത്രം ഡ്രസ്സ് എടുക്കാതിരുന്നത് അത് ശരിയായില്ല, ഞാനത് സമ്മതിക്കില്ല. നാളെ നമ്മൾക്ക് 3 പേർക്കും പുറത്ത് പോകണം, എന്നിട്ട് അച്ഛന് ഡ്രസ്സ് എടുക്കണം, ഓണക്കോടിയൊക്കെ എടുക്കണം. വേദ അതൊന്നും വേണ്ടാന്ന് പറയുമ്പോൾ മോളൊറ്റ കരച്ചിലാണ്, മോളിങ്ങനെ വാശി പിടിക്കുകയാണ്. അപ്പം വേദ പറയുന്നുണ്ട് ഗൗരിമോളെ നീ ഇങ്ങനെ വാശി പിടിക്കല്ലേ. അത് കേൾക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട് മോളുടെ ഒരു ആഗ്രഹമല്ലേ, നിങ്ങൾക്ക് 3 പേർക്കും കൂടെ പുറത്ത് പോയിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ വേദ പറയാണ് അമ്മേ ഇത് തമിഴ്നാടല്ല, ഇത് തിരുവനന്തപുരമാണ് എന്ന് കരുതി നിനക്ക് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ അകത്തിരിക്കാൻ പറ്റുമോ, നിനക്ക് എവിടേക്ക് ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിൽ ഇവിടെ ജീവിക്കണ്ടേ. അന്നേരം മോള് വീണ്ടും വാശി പിടിക്കുക കേട്ടോ, അമ്മ വരണം, ഉറപ്പായിട്ട് വരണം, എൻ്റെ ക്ലാസ്സിലെ കുട്ടികളുടെ കൂടെയൊക്കെ അവരുടെ അച്ഛനും അമ്മയും ഒരുമിച്ചാണ് പുറത്ത് പോകല്, അമ്മയും അച്ഛനും മാത്രം എന്താ ഇങ്ങനെ. അപ്പോൾ അമ്മ വീണ്ടും പറയുന്നുണ്ട് ഒന്ന് സമ്മതിക്കും മോളെ, തരുണിനോട് ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം, ശരി പോവാം എന്ന് പറഞ്ഞിട്ട് വേദ അകത്തേക്ക് പോവാണ്. വേദ പോയതിന് ശേഷം മോളെ കരച്ചിൽ അപ്പം തന്നെ നിൽക്കൂട്ടോ. എന്നിട്ട് അവൾ ഇങ്ങനെ ഭയങ്കര ചിരിച്ചിരിക്കുമ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് ഹമ്പടി കള്ളി, അപ്പം നിനക്കിത് കള്ളക്കരച്ചിലായിരുന്നു അല്ലേ എന്ന് ചോദിക്കുന്ന ആ സീനോട് കൂടിയിട്ടാണ് കേട്ടോ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്.